ഇന്ന് രാവിലെ മുതൽ സാമൂഹ്യ മാധ്യമത്തിൽ മീഡിയ വൺ ചാനൽ സംപ്രേഷണം ചെയ്ത ഒരു വാർത്ത കിടന്നിങ്ങനെ കളിക്കുന്നുണ്ട്. ഒത്തിരി ആളുകൾ എനിക്ക് ആ വാർത്തയുടെ ക്ലിപ്പ് ഫോർവേഡ് ചെയ്ത് തന്നതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കണമെന്ന് വിചാരിച്ചത്. എൻ്റെ നാടിനടുത്ത് ശാസ്താംകോട്ടയിൽ ഒരു സ്കൂളിൽ ഒരു പ്രഥമ അധ്യാപിക ദറസിൽ നിന്ന് ചേർക്കാൻ കൊണ്ടുവന്ന കുട്ടികളുടെ തൊപ്പി പറ്റൂല, അതുപോലെ തന്നെ ജുബ്ബ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് അവരെ വല്ലാതെ ആക്ഷേപിച്ചുവെന്നും അവർക്ക് അഡ്മിഷൻ കൊടുത്തില്ലെന്നും അത് വളരെ ഗുരുതരമായ ഒരു തെറ്റാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് PTA വൈസ് പ്രസിഡന്റ്, ഒന്നോ രണ്ടോ അധ്യാപകർ ഒക്കെ നിരവധിയായ സ്റ്റേറ്റ്മെന്റുകൾ പുറത്തിറക്കുകയുണ്ടായി. അതൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളാണ്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഭയമാണ് തോന്നിയത്. ഇപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയമാണ് നമുക്ക് തോന്നുന്നത്. തൊടുന്നതിലും പിടിക്കുന്നതിലുമെല്ലാം ജാതി, എന്തെങ്കിലും തരത്തിൽ നമ്മുടെ കാര്യം നടന്നില്ലെങ്കിൽ അതിന് ജാതി എന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ഈ ക്രിസ്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റികൾക്കിടയിൽ ഒരു സ്നേഹോഷ്മളമായ ഒരു പൊളിറ്റിക്കൽ റിലേഷനൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു കാലത്ത് എന്താണ് ഈ നടക്കുന്നത് എന്നൊക്കെ ഞാനിങ്ങനെ വല്ലാണ്ട് ചിന്തിച്ചു. ഞാൻ വിചാരിച്ചു, പള്ളുരുത്തിയിലെ പോലെ മറുവശത്ത് അതിൻ്റെ മാനേജ്മെൻറ്റും ബാക്കിയുള്ളവരും എല്ലാവരും കൂടി രംഗത്ത് വരും, മുസ്ലിം സംഘടനകൾ രംഗത്ത് വരും, ഇതൊരു വലിയ വിഷയമായി കത്തിപ്പടരും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കാരണം ഈ അധ്യാപകരോടൊപ്പമായിരുന്നു മാനേജ്മെന്റ് എന്നൊക്കെയാണ് ഞാൻ കേൾക്കുന്നത്. സംഗതി മീഡിയ വണ്ണിൽ മാത്രമാണ് ഈ വാർത്ത വന്നത്. അതിൻ്റെ എൻ്റെ പരിമിതമായ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് അതിൻ്റെ നിജസ്ഥിതി ഞാൻ അന്വേഷിക്കുകയുണ്ടായി. അതിൽ ഈ പറയുന്നത് പോലെ തൊപ്പിയെയും ജൂബയെയും മതത്തെയും ഒന്നും ഒട്ടും ഇകഴ്ത്തുകയും അല്ലെങ്കിൽ അതിൻ്റെ പേരിലുള്ള ഒരു സംഗതിയൊന്നുമല്ല അവിടെ നടക്കുന്നത്. ആ മാനേജ്മെന്റിന്റെ കീഴിൽ 10ാം ക്ലാസ് വരെയുള്ള സ്കൂളുണ്ട്, +1 +2 സ്കൂളുണ്ട്, ഒരു എഞ്ചിനീയറിംഗ് കോളേജും ഉണ്ട്. ഈ സ്കൂള് കുറച്ച് പ്രതിസന്ധിയൊക്കെ നേരിടുന്ന ഒരു സ്കൂളിന്റെ സൗകര്യങ്ങളും പശ്ചാത്തലവും ഒക്കെയാണ്. ധാരാളം മുസ്ലിം കുട്ടികൾ തട്ടമിട്ടും മഫ്തയിട്ടും തല മുഴുവൻ മറച്ചും ഒക്കെ അവിടെ പഠിക്കുന്നുണ്ട്. അതൊന്നും HM ഒരു പ്രശ്നമല്ല, അവരതിനെതിരെ ഒന്നും പറഞ്ഞിട്ടുമില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ, കുട്ടികളുടെ എണ്ണം കുറഞ്ഞിട്ട് ഈ സ്കൂളിൽ ഡിവിഷൻ ഫാൾ ഉണ്ടായി. സ്വാഭാവികമായി ഇതിങ്ങനെ ഒരു മാനേജ്മെന്റ് സ്കൂൾ ഈ ഒരു അവസ്ഥയിലായിരുന്നുകൊണ്ട് വളരെ ചെറിയ തുകയ്ക്ക് അവിടെ ജോലി കിട്ടുമായിരുന്നു. അങ്ങനെ കുറച്ചുപേരൊക്കെ ജോലി കിട്ടി. പക്ഷെ ഡിവിഷൻ ഫാൾ വന്നു. ഡിവിഷൻ ഫാൾ വന്നപ്പോൾ കുറച്ച് അധ്യാപകരൊക്കെ ഈ പ്രൊട്ടക്റ്റഡ് അധ്യാപകരായിട്ട് മാറി. അവർക്കൊരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് നേരിട്ടു. അപ്പം സ്വാഭാവികമായി എന്താ ചെയ്യുന്നത്? ആ എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടിനെ മറികടക്കാൻ ഇപ്പം നാട്ടുമ്പുറങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ കുട്ടികളെ ഒരുമിച്ച് വിലക്കെടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതായത് 4ാം ക്ലാസ് വരെയുള്ള സ്കൂളാണെങ്കിൽ 5ാം ക്ലാസ്സിന് മൊത്തത്തിൽ കാശ് കൊടുത്താൽ കുട്ടികളെ മൊത്തം വിലക്കെടുക്കും. കുട്ടികൾക്ക് ബാഗ്, കൊട, തുണി ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നവരുണ്ട്. എന്തിന്? ഈ കുട്ടികളുടെയൊക്കെ അച്ഛന്മാർ അടിക്കുന്നവരാണെങ്കിൽ പൈന്റ് പോലും വാങ്ങിച്ചു കൊടുക്കുന്ന ഏർപ്പാടുകളുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോഴല്ല, കുറച്ച് നാളുകളായി. കാരണം ഇല്ലെങ്കിൽ കുട്ടികളില്ലെങ്കിൽ ഡിവിഷൻ ഫോൾ വരും, അധ്യാപകരുടെ ജോലി പോകും, ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇവരിത് നിലനിർത്താൻ വേണ്ടി വളരെ സുലഭമായി ദറസുകളിൽ കുട്ടികളെ കിട്ടും. ഈ ദറസിലെ കുട്ടികളെ ജമാഅത്ത് കമ്മിറ്റിയും പള്ളികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഓഫറുകളൊക്കെ കൊടുത്താൽ, ചിലപ്പോൾ കൊടുക്കാതെയും, എല്ലായിടവും കൊടുക്കണമെന്നൊന്നുമില്ല, കൊടുക്കാതെയും ഒക്കെ ഈ കുട്ടികളെ കൊണ്ടുവന്ന് അഡ്മിഷൻ എടുപ്പിക്കും. കാരണം ഇപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസവും കൂടെ കൊടുത്തില്ലെങ്കിൽ പലപ്പോഴും ദറസിനെതിരെ വലിയ വിമർശനമുണ്ട്, പള്ളി ദറസുകൾക്കെതിരെ. ഇതെന്നാ കൊടുത്തോണ്ട് വല്ല കാര്യമുണ്ടോ? പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ല താനും. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം, ഇവിടുത്തെ വിഷയം അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെ കുട്ടികളെ കൊണ്ടുവന്ന് 30-40 പേരെ ചേർക്കും. ഇതിൽ ഒരു കുട്ടിയെങ്ങാണം വല്ലപ്പോഴും വന്നാലായി, അല്ലെ 2 കുട്ടി വന്നാലായി, അല്ലെ 5 കുട്ടികൾ വന്നാലായി. ഇതിന് സ്കൂളുകളിൽ പഠിക്കുന്ന ഈ മദ്രസകളിൽ പഠിപ്പിക്കുന്ന അഥവാ ദറസുകളിൽ പഠിപ്പിക്കുന്ന എത്ര ഉസ്താദന്മാർക്കാണ് നിർബന്ധ ബുദ്ധിയുള്ളത് സ്കൂളിൽ പോകണമെന്ന്? ഇപ്പോഴത്തെ കാലത്ത് ഒരു കുട്ടിയൊക്കെ സ്കൂളിൽ വിടണമെങ്കിൽ രക്ഷകർത്താക്കൾ പെടുന്ന പാടെന്താ? പാഠം പഠിക്കണമെങ്കിൽ എന്തെല്ലാം പാടുപെടുന്നു. പഠിപ്പിക്കാൻ സ്പെഷ്യൽ ട്യൂഷൻ, അല്ലാത്ത ട്യൂഷൻ, വൈകിട്ട് ചോദ്യം ചോദിപ്പ്, ഇതൊക്കെ ചോദിക്കുമ്പോഴാണ് ഒരു കുട്ടി പഠിക്കുന്നത്. ഇതിപ്പോൾ ദറസിൽ കൊണ്ടാക്കുന്ന കുട്ടിയെ ഇങ്ങനെ അഡ്മിഷൻ എടുക്കുന്നു. എനിക്കറിയാം, അങ്ങനെ ചില ഈ ഹിഫ്ള് കോളേജിലൊക്കെ നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ചില അധ്യാപകരുടെ ഭർത്താക്കന്മാരൊക്കെ ഒരുപാട് സ്നേഹപരവും അല്ലാതെയും പൊളിറ്റിക്കലായിട്ടും ഒക്കെ സമ്മർദ്ദം ചെലുത്തിയ സംഭവങ്ങൾ ഒരുപാടുണ്ട്, എനിക്കറിയാം.
അതുപോലെ ഈ കുട്ടികളെ കൊണ്ടുവന്നപ്പോൾ ഈ പ്രഥമാധ്യാപിക പറഞ്ഞത്രേ, ഈ ഏർപ്പാട് ഇനി പറ്റൂല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മുൻവർഷങ്ങളിലൊക്കെ ഇതുപോലെ ചെയ്തിട്ട് കുട്ടികളാരും സ്കൂളിൽ വരില്ല, അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരാളോ രണ്ടാളോ വന്നാലായി, പേരിന് കൊണ്ടിരുത്തിയിട്ട് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് എന്താ കാര്യം? അങ്ങനെ ഒരു ആത്മാർത്ഥത ഈ അധ്യാപിക ആഗ്രഹിച്ചതിൽ വല്ല തെറ്റുമുണ്ടോ? ഞാനവരെ കുറ്റം പറയില്ല. ഞാനാണ് പ്രഥമാധ്യാപകനെങ്കിൽ ഞാൻ അനുവദിക്കില്ല അങ്ങനെ എൻ്റെ സ്കൂളിൽ ഒരു വിദ്യാഭ്യാസ പ്രക്രിയ നടക്കാൻ. വിദ്യാഭ്യാസത്തിന് എൻ്റെ സ്ഥാപനത്തിൽ വരുന്നവർ അതേ സീരിയസ്നെസ്സോടെ പഠിക്കാൻ വരുന്നവരായിരിക്കണം, അല്ലാതെ പേരിന് മാത്രം പറ്റില്ല. പിന്നെ ഈ HM-ഉം മാനേജ്മെൻറ്റും ഒക്കെ ആയിട്ട് കേസുകൾ നിലവിലുണ്ട്, എന്തൊക്കെയോ സർവീസ് മാറ്റേഴ്സിലൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ ഒരു നിഷ്പക്ഷനായ സുഹൃത്തിൽ നിന്ന് അറിഞ്ഞ വിവരമാണ്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഈ പ്രഥമാധ്യാപികയെ ഒന്ന് പറത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ഒന്ന് എന്താ പറയുന്നത് പച്ചയ്ക്ക് കത്തിക്കണമെങ്കിൽ അതിലേക്ക് മതം കയറ്റണം. മതം കയറ്റിയാൽ നല്ല സുഖമാണെന്നല്ല, എല്ലാവരും അതിൽ കയറി പിടിക്കുമല്ലോ. അപ്പോൾ എനിക്ക് തന്നെ ഈ വീഡിയോ അയച്ചവരൊക്കെ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. ഇത് അന്വേഷിക്കുന്നില്ലേ? കൊല്ലത്താണ്, നിങ്ങളുടെ അടുത്താണ്. പ്രിയപ്പെട്ടവരെ, ഈ മലയാളികളെ പോലെ വേലയും മർമ്മവും തന്ത്രവും കുതന്ത്രവും പാരപണിയും അഭ്യാസവും പഠിച്ചവർ വേറെ ആരുമില്ല. നമ്മുടെ ബന്ധുക്കൾ തന്നെ ആയിരിക്കും ചിലപ്പോൾ NIA പിടിക്കണമെന്നും പറഞ്ഞ് നമുക്കെതിരെ പരാതി കൊടുക്കുന്നത്. അവരായിരിക്കും രഹസ്യ പരാതി അയക്കുന്നത്. സ്വന്തം സമുദായത്തിൽപ്പെട്ടവർ, സ്വന്തം മഹലിൽപ്പെട്ടവർ, എല്ലാ ഒക്കത്തിനും പരസ്പരം പള്ളിയിൽ കാണുന്നവരാണ് ഏറ്റവും വലിയ പാര അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നത്, വേറെ ജാതി മതക്കാരെക്കാൾ. അപ്പം അതുകൊണ്ട് ഇതിനകത്തേക്ക് വല്ലാണ്ട് മതം തിരികി HM പള്ളിയിൽ തൊപ്പിയിട്ടുകൊണ്ട് വരുന്ന, ജുബ്ബ ഇട്ടുകൊണ്ട് വരുന്ന പിള്ളേരെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് തിരികെ കയറ്റിക്കളയരുത്. ചിലർ ചോദിക്കുന്നുണ്ട്, ഇത് മുസ്ലിം സമുദായത്തിലെ അധ്യാപകരല്ലല്ലോ എന്ന്. മുസ്ലിം സമുദായത്തിലെ അധ്യാപകർക്ക് അവിടെ ജോലി കൊടുത്തെങ്കിലല്ലേ അവർക്ക് പരാതി പറയാൻ പറ്റൂ. അപ്പം അതുകൊണ്ട് എന്ന് മാത്രമല്ല, മാനേജ്മെൻറ്റും ഡിഫെൻഡ് ചെയ്യുന്നില്ല. അതായത് സാധാരണ മാനേജ്മെൻറ്റ് രംഗത്ത് വരണ്ടേ, അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട്. ഇത് മാനേജ്മെൻറ്റും എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന അധ്യാപികമാരോടൊപ്പമാണ്. ഇവർക്കെല്ലാവർക്കും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈ HM-നെ ഇവിടുന്ന് പറപ്പിക്കണം. അവർ നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ അതിന് ഈ ഒരു ആയുധം ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ, എല്ലാവരും നിർബന്ധിച്ചുകൊണ്ട്.